ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ പാവയ്ക്ക തീയൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാവയ്ക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പാവയ്ക്കയുടെ കയ്പൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഉപ്പുനീരിലേക്ക് അരിഞ്ഞിട്ട് ആ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പം അരിഞ്ഞത് ഏകദേശം ഒരു കപ്പോളം പാവയ്ക്ക ഉണ്ട്. പിന്നെ ഒരു 7-8 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം മുഴുപ്പുള്ള ചെറിയ ഉള്ളിയായിരുന്നു. ഈ ചെറിയ ഉള്ളി ചേർക്കുന്നതും പാവയ്ക്കയുടെ കയ്പൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ചെറിയ ഉള്ളി കിട്ടുകയില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവോളയും ചേർക്കാം. പക്ഷേ ആ ചെറിയ ഉള്ളി ചേർക്കുന്നതിൻ്റെ ടേസ്റ്റ് നമ്മൾ സവോള ചേർക്കുമ്പോൾ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെറിയ ഉള്ളി ചേർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ വേണ്ടുന്നത് ഒരു പച്ചമുളകാണ്. അത് ഞാൻ കീറിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ഒരു നെല്ലിക്ക മുഴുപ്പിൽ വാളൻപുളി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തിട്ട് പിഴിഞ്ഞെടുക്കണം. ഇനി വേണ്ടുന്നത് വറുത്തരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങയാണ്. ഇതിപ്പം ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി പൊടികളായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, ഇതിനകത്ത് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ മുളക് പൊടിക്കും മല്ലിപ്പൊടിക്കും പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകും മല്ലിയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അതാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തേങ്ങ വറുക്കുന്ന കൂട്ടത്തിൽ അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒരുമിച്ചെടുത്ത് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തീയലിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടത്തേ ഉള്ളൂ. പിന്നെ കറിവേപ്പില ആവശ്യത്തിന്. ഇത് ഒരല്പം, ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് നമ്മുടെ ഈ തീയലിൻ്റെ പുളിയും കയ്പും എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഇത് ഓപ്ഷണലാണ് ഈ ശർക്കര ചേർക്കുന്നത്. ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുക്കാനുള്ള പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇളക്കി കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇത് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങ ഇപ്പം നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്രയും നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇത് ചെയ്തിരുന്നത്. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അപ്പം തീ ഒരുപാടങ്ങ് കൂട്ടി ഇട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമ്മുടെ പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ചെയ്യണം. അതായത് ആ ചൂട് നിൽക്കുമ്പം തന്നെ ചേർത്താലേ ഉള്ളൂ ഈ പൊടികൾ മൂത്ത് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ പൊടികളെല്ലാം ചേർത്തു. അതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. ആ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഈ പൊടികളൊക്കെ മൂത്ത് കിട്ടും. ഇനി ഇതിൻ്റെ ആ നല്ല ചൂടങ്ങ് മാറിക്കഴിയുമ്പോഴത്തേക്കും ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ആ തേങ്ങയിൽ നിന്നുള്ള എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരും നമ്മൾ ആ പേസ്റ്റാക്കി അരച്ചെടുക്കുമ്പോഴത്തേക്കും. അടുത്തതായിട്ട് നമുക്ക് പാവയ്ക്ക വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മൺചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാവയ്ക്കായും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാവയ്ക്കായ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പാവയ്ക്ക ഒരു പകുതി വേവാവുന്നത് വരെ ഇങ്ങനെ ഈ എണ്ണയിൽ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം.
ഇപ്പോൾ ആ പാവയ്ക്ക ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം, അതായത് നമ്മൾ ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയിൽ നിന്ന് കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ പുളിവെള്ളത്തിൽ കിടന്ന് വേണം ബാക്കി പാവയ്ക്ക ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ആ പാവയ്ക്കയിലേക്ക് ആ പുളി നല്ലപോലെ പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ പുളി നമ്മുടെ പാവയ്ക്കയുടെ കയ്പൊന്ന് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ ആ പാവയ്ക്ക വേവുകയും ചെയ്തു. ആ പുളിവെള്ളമെല്ലാം ആ പാവയ്ക്കയിലേക്ക് പിടിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന, നല്ല പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആ വറുത്ത തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് നല്ലപോലെ ഈ പാവയ്ക്കയിലയിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ പുളി ബാക്കി പിഴിഞ്ഞതിരിപ്പുണ്ടല്ലോ, അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഉപ്പ് എനിക്ക് കണക്കായിട്ടാണ് തോന്നിയത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് ഒന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശർക്കര ചേർക്കുന്നത് ഓപ്ഷണലാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. ശർക്കരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്താലും മതി, അതും ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1-2 മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടാം. ഇപ്പം നമ്മുടെ തീയിൽ നല്ലതുപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കടുക് താളിച്ച് ഇതിലേക്ക് ചേർക്കാം. കടുക് താളിക്കാനുള്ള പാത്രം ചൂടായി ഞാനതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഈ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഉള്ളി പകുതി മൂപ്പാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1-2 പച്ചമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ മൂപ്പിക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തീയൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തേങ്ങ അരച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഈ തീയൽ ഇരിക്കും തോറും കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. അതുപോലെ തന്നെ ടേസ്റ്റും കൂടും ഇരിക്കും തോറും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മൂപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഒന്നും വീട്ടിൽ ചെയ്യുമ്പോൾ ഉലുവാപ്പൊടി ഒന്നും ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉലുവാപ്പൊടി ചേർക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തീയൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വേറൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.